നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇക്കുറി തെരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയ കേരളം കേട്ട ഒരു ഇടിമുഴക്കം പോലെയുള്ള ഒരു പ്രസ്താവനയുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റേതായിരുന്നു ആ ശബ്ദം. കോൺഗ്രസിനെ UDF-നെ 100 സീറ്റോളം നേടി അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. പിന്നീട് വി.ഡി. സതീശനെ പരിഹസിച്ചും ട്രോളിക്കൊണ്ടുമൊക്കെ CPM-കാർ ഈ വനവാസം ഒരു പ്രധാന ആയുധമാക്കിയിരുന്നു. ഒടുക്കം കൂട്ടത്തിലുള്ളവർ പോലും പരിഹസിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നല്ലോ. അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷം കെ സുധാകരനോട് ചില മാധ്യമങ്ങൾ ചോദിച്ചു, ജയിച്ച് കയറിയില്ലെങ്കിൽ വി.ഡി. സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണല്ലോ പറഞ്ഞത് എന്ന്. അദ്ദേഹം അങ്ങനെ പോകാതെ ഇരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം എന്നായിരുന്നു കെ സുധാകരൻ ഇതിനോട് പ്രതികരിച്ചത്. അതായത് കൂട്ടത്തിലുള്ളവർ പോലും കാലുവാരുന്ന സമീപനം. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടത് ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിയാണ്. RC പക്ഷം, KC പക്ഷം, VD പക്ഷം, അങ്ങനെ പക്ഷമായി ചേർന്നുകൊണ്ട് ഓരോരുത്തരായി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നത് നമ്മൾ കണ്ടു. എന്നാൽ ഇനി കുറച്ച് നേരം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ RC KC പക്ഷക്കാർ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി അടി നടത്തിക്കൊള്ളൂ, വി.ഡി. സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോയിരിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി കസേര വേണ്ടേ എന്നാണ് ചോദ്യം. പറഞ്ഞു വരട്ടെ, ശരിക്കും പോയിരിക്കുന്നത് രാഷ്ട്രീയ വനവാസത്തിനാണ് ആണോ? അല്ല, ഒരു വനവാസത്തിനാണ് പോയിരിക്കുന്നത്. എന്തായാലും ഇതും ട്രോളാക്കാൻ CPM-കാർ രംഗത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതായത് വി.ഡി. സതീശൻ്റെ ഒരു യാത്രയുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ പുറത്തു വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ ചില ചിത്രങ്ങളും വീഡിയോകളും അദ്ദേഹം ട്രക്കിങ്ങിന് പോകുന്നതിൻ്റെ വീഡിയോയും ഒക്കെ എടുത്ത് പടച്ചു വിട്ടുകൊണ്ട് CPM-കാർ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുന്നേ വി.ഡി. സതീശൻ വനവാസത്തിന് പോയി എന്നുള്ള തരത്തിൽ ട്രോളുകയാണ്. തിളക്കമാർന്ന വിജയം UDF-ന് ലഭിച്ചില്ലെങ്കിൽ അവസാന പത്രസമ്മേളനവും നടത്തി ഞാൻ വനവാസത്തിന് പോകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ ഈ ഒരു പ്രഖ്യാപനമായിരുന്നു സതീശൻ നടത്തിയത്. എന്നാൽ ഇന്ന് ശരിക്കും വി.ഡി. സതീശൻ വനവാസത്തിൽ പോയിരിക്കുകയാണ്. എന്നാൽ ഈ വനവാസത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. എന്താണെന്നല്ലേ, കമ്മികൾ കളിയാക്കുന്നത് പോലെ എല്ലാം ഇട്ടെറിഞ്ഞ് രാഷ്ട്രീയ വനവാസത്തിന് പോകുന്നതല്ല. വാഗമണ്ണിൽ സതീശൻ ഉദ്ഘാടനം ചെയ്ത ഒരു റിസോർട്ടിന്റെ പേരാണ് വനവാസം. ഇന്ന് രാവിലെ 10 മണിക്കായിരുന്നു ഈ റിസോർട്ടിൻ്റെ ഉദ്ഘാടനം വാഗമണ്ണിൽ സതീശൻ നടത്തിയത്. മുൻ വനമന്ത്രി KP വിശ്വനാഥൻ്റെ സഹോദരിയുടെ മകൻ അശ്വിൻ്റേതാണ് വനവാസം എന്ന ഈ റിസോർട്ട്. ഉദ്ഘാടനത്തിന് ശേഷം ട്രക്കിംഗ് നടത്താനും പ്രതിപക്ഷ നേതാവിന് പദ്ധതിയുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇതിനു മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ ചില വീഡിയോകളൊക്കെ പടച്ചു വിട്ടുകൊണ്ടായിരുന്നു CPM-കാർ സതീശൻ രാഷ്ട്രീയ വനവാസത്തിന് പോയി എന്നൊക്കെ വെച്ചലക്കിയത്. ഇതിനെക്കുറിച്ച്, ഈ വനവാസത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പ്രതികരിക്കുന്നുണ്ട്, വി.ഡി. സതീശൻ തന്നെ പ്രതികരിക്കുന്നുണ്ട്. ഒരു ചമ്മലോടെയാണ് ഈ റിസോർട്ടിൻ്റെ ഉടമകൾ റിസോർട്ടിൻ്റെ പേര് എന്നോട് പറഞ്ഞത് എന്നാണ് സതീശൻ പറയുന്നത്. അവർ നേരത്തെ ഇട്ട പേരാണ് വനവാസം. ഇതൊരു തമാശയായാണ് തോന്നുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വരും മുൻപ് പെരിയാർ കടുവ സങ്കേതത്തിലേക്ക് ട്രക്കിംഗ് പ്ലാൻ ഇട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരഭാരം 5-6 കിലോ കുറഞ്ഞു, അതൊന്ന് വീണ്ടെടുക്കണം. ക്ഷീണമായിരുന്നതുകൊണ്ട് ഇത്തവണ യാത്ര നടത്താൻ പറ്റുമെന്ന് തോന്നിയിരുന്നില്ല. കാട് കയറാൻ പറ്റില്ലെന്ന് തന്നെ കരുതി. പക്ഷേ സുഖമായി കയറി. സമയം കിട്ടിയാൽ അപ്പോൾ കാട്ടിലേക്ക് കയറും. സൈലന്റ് വാലി, പറമ്പിക്കുളം, അഗസ്ത്യാർകുടം, മുത്തങ്ങ, തിരുനെല്ലി, കബനി, വീരപ്പൻ്റെ സത്യമംഗലം ഉൾപ്പെടെയുള്ള വനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. പെരിയാറിൽ തന്നെ പല ഭാഗത്തേക്കും പോയിട്ടുണ്ടെന്നും സതീശൻ പ്രതികരിച്ചു. വനത്തിലാണ്, വനവാസത്തിലല്ല എന്ന പേരിൽ പ്രതിപക്ഷ നേതാവിൻ്റെ അനൗദ്യോഗിക പേജിൽ നിന്ന് അടുത്തിടെ പോസ്റ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ പരുന്തുംപാറ യാത്രയുടെ വീഡിയോ വലിയ തോതിൽ ചർച്ചയായിരുന്നു. ഭാര്യ ലക്ഷ്മിപ്രിയ, മകൾ ഉണ്ണിമായ, ബാല്യകാല സുഹൃത്ത് രഞ്ജിത്ത് തമ്പി, അദ്ദേഹത്തിൻ്റെ ഭാര്യ സുമ ജോർജ് എന്നിവർക്കൊപ്പമാണ് സതീശൻ പരുന്തുംപാറയിലേക്ക് യാത്ര നടത്തിയത്. കോളേജിൽ പഠിക്കുമ്പോൾ 1984-ൽ പറമ്പിക്കുളത്തേക്കായിരുന്നു ആദ്യ യാത്രയെന്ന് സതീശനുമായി കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളായി വനം കയറുന്ന രഞ്ജിത്ത് പറഞ്ഞു. ഒരേ സമയം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർമാരായിരുന്നു ഞങ്ങൾ. തേവര കോളേജിൽ പഠിച്ച വലിയൊരു ഗ്രൂപ്പാണ് ഞങ്ങളുടേത്. അതിൽ ഞങ്ങൾ 10 പേർ പതിവായി കാട് കയറാറുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സതീശൻ ഫ്രീ ആയപ്പോൾ അതിൽ പലർക്കും ആ ദിവസം യാത്രയ്ക്ക് വരാൻ പറ്റാതെയായി. അങ്ങനെയാണ് ഞങ്ങൾ 2 പേരും കുടുംബാംഗങ്ങൾക്കൊപ്പം യാത്ര നടത്തിയത്. കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ വനയാത്രകളോട് സതീശന് വളരെ താല്പര്യമുണ്ടായിരുന്നു എന്ന് രഞ്ജിത്ത് പറഞ്ഞു. 2001-ൽ ഞങ്ങൾ മുല്ലക്കുടിയിലേക്കൊരു യാത്ര നടത്തി. ആനമല, ശിർവാണി, അങ്ങനെ പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം തിരക്കുണ്ടായിട്ടും ഞങ്ങൾ 2-3 തവണ പറമ്പിക്കുളത്തേക്കും തേക്കടിയിലേക്കും പോയി ട്രക്ക് ചെയ്തിട്ടുണ്ട്. ട്രക്കിംഗ് മാത്രമല്ല, കാട്ടിൽ പോയി നടക്കുക ഒരു പ്രത്യേക മൂഡാണ്. അവിടെ പോയി വന്യമൃഗങ്ങളെ കാണുക എന്നതാണ് സതീശന് ഏറെ ഇഷ്ടം.
കുടിലൊക്കെ ആയിരിക്കും മിക്കവാറും താമസം. ആഹാരം പലപ്പോഴും മറക്കും. 3 നേരം ആഹാരം വേണമെന്ന നിർബന്ധമൊന്നുമില്ല. കാട്ടിലേക്ക് കയറിയാൽ പച്ചപ്പിനെ പറ്റിയാകും സതീശൻ കൂടുതലും സംസാരിക്കുക. പിന്നെ ക്ഷീണമൊന്നും കാണില്ല. ഇത്തവണ കുടുംബത്തോടൊപ്പം തേക്കടിയിലേക്ക് പോയപ്പോൾ ട്രക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെന്ന് അറിഞ്ഞു. അങ്ങനെ രാവിലെ ഞാനും സതീശനും കൂടി ട്രക്കിങ്ങിന് ഇറങ്ങിയെന്ന് രഞ്ജിത്ത് പറഞ്ഞു. ഇപ്പോൾ സതീശൻ്റെ ഈ ഒരു വീഡിയോയും പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ CPMകാർ അതിനെയും ട്രോളുന്നുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ ഇനി ഇരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് വനവാസം തന്നെയാണ് നല്ലത്, ട്രക്കിംഗ് ഒക്കെ അങ്ങ് ശീലമാക്കിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ CPMകാർ ഇങ്ങനെ വിമർശിക്കുമ്പോഴും ഒരു കാര്യമുണ്ട്, ഇത്തവണ ഒരു തുടർഭരണം ഇല്ല എന്നുള്ള ഒരു വലിയ വാദം ഉയർന്നു വരുന്നുണ്ട്. നമുക്കറിയില്ല എന്താണ് സംഭവിക്കുക എന്നുള്ളത് മെയ് 4 മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ സർവേ ഫലങ്ങളൊന്നും ആരും മുഖവിലേക്ക് എടുക്കേണ്ടതില്ല. അത് ചാനലുകളുടെ വെറും ഗിമ്മിക്കുകൾ, കോടികൾ വാങ്ങിയുള്ള ഒരു ഗിമ്മിക്ക് മാത്രമാണ്. ശരിക്കും ജനവിധി എന്താണ് എന്നറിയണമെങ്കിൽ മെയ് 4 വരെ നമ്മൾ കാത്തിരുന്നേ മതിയാകൂ. ഇതിനോടിടയ്ക്ക് ഇതുപോലെയുള്ള ഒരുപാട് വാദപ്രതിവാദങ്ങളും കളിയാക്കലുകളും പരിഹാസങ്ങളും ട്രോളുകളും ഒക്കെ കാണേണ്ടി വരും മെയ് 4 വരെ. ഈ മെയ് 4-ന് ശേഷം UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ ശരിക്കും വനവാസത്തിന് പോകുന്നത് ആരാണ്? അവിടെയാണ് ചോദ്യം. CPMകാർ. അത് ജനം കൽപ്പിച്ചു കൊടുക്കുന്ന വനവാസമായിരിക്കും. നിങ്ങൾക്ക് തിരുത്താനുള്ള സമയം, നിങ്ങൾക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകാനുള്ള സമയം, അഹങ്കാരവും ധാർഷ്ട്യവും തെമ്മാടിത്തവും ഒക്കെ മാറ്റിവെക്കാനുള്ള അവസരം. ആ ഒരു 5 വർഷം നിങ്ങളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അടികൊണ്ട് നിങ്ങൾ പഠിച്ചില്ല, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അടികൊണ്ട് നിങ്ങൾ പഠിച്ചില്ല, നിയമസഭയിൽ ഇനി റിസൾട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. അവിടെ നിന്നും ജനങ്ങളുടെ അടിയാണ് കിട്ടുന്നതെങ്കിൽ CPM തിരുത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ഓർമ്മപ്പെടുത്തൽ. ജനങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ തിരുത്തേണ്ട സമയമായിരിക്കുന്നുവെന്ന്. എന്നാൽ ഇതുവരെയും ഞങ്ങൾക്ക് തിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ ജനങ്ങൾക്കൊപ്പമാണ്, ദാസനാണ്, ജനങ്ങളുടെ ദാസനാണ് എന്നൊക്കെ നിങ്ങൾ വാദിക്കുമ്പോഴും വിജയനാണ്, പലപ്പോഴും ധാർഷ്ട്യം കാണിക്കുന്ന വിജയനെയാണ് കേരളം കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരമാണ്. മറിച്ച് VD സതീശൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, VD സതീശൻ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പ്രതിപക്ഷ കസേരയിൽ പല സമയത്തും ഒരു അട്ടർ വേസ്റ്റാണ് എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം പ്രതികരിക്കേണ്ട സമയങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കാതെ മാറി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ പ്രതിപക്ഷ നേതാവിനെ അങ്ങേയറ്റം വിമർശിച്ചിട്ടുണ്ട്. കാരണം വിമർശനത്തിന് അതീതരൊന്നുമല്ലല്ലോ ഇവരാരും. അപ്പോൾ നിങ്ങളുടെ ജോലികൾ നിങ്ങൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും. മറ്റൊരു വശത്തുകൂടി നോക്കുമ്പോൾ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിലൊക്കെ രാഹുലിനെ മാറ്റി നിർത്തുന്ന ഒരു സമീപനം VD സതീശൻ സ്വീകരിച്ചിട്ടുണ്ട്. എൻ്റെ ഉറച്ച ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം രംഗത്തേക്ക് വരുന്നതും ഈ നിമിഷം വരെയും ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതും നമുക്ക് കാണാം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു നിലപാടുള്ള ആളാണ് എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ തൊട്ടപ്പുറത്ത് VD സതീശനെ വിമർശിക്കുന്ന ഒരു കൂട്ടർ പറയുന്നത്, അതായത് കോൺഗ്രസിലെയും UDFിലെയും തന്നെ ഒരു കൂട്ടർ പറയുന്നത് പിണറായി വിജയൻ്റെ മറ്റൊരു പതിപ്പാണ് VD സതീശൻ എന്നാണ്. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഏകാധിപത്യ മനോഭാവത്തിലേക്കൊക്കെ VD സതീശൻ മാറുമെന്ന്. പക്ഷേ CPMലെ പോലെ അങ്ങനെ ഒരു ഏകാധിപത്യമൊന്നും കോൺഗ്രസിലും UDFിലും കഴിയില്ലല്ലോ. തിരുത്താൻ ഒരുപാട് പേര് രംഗത്തേക്ക് ഇറങ്ങും. ജനം തന്നെ, കോൺഗ്രസ്സുകാർ തന്നെ, പ്രവർത്തകർ തന്നെ ഇവരെ തിരുത്താൻ ഇറങ്ങും. അപ്പോൾ ഏകാധിപത്യമൊന്നും അവിടെ അത്ര കണ്ട് ചിലവാകാൻ പോകുന്നില്ല. എന്തായാലും ശരിക്കും കാത്തിരുന്ന് കാണണം. വനവാസത്തിന് പോയത് ഇപ്പോൾ റിസോർട്ടിൻ്റെ ഉദ്ഘാടനത്തിനാണ്. എന്നാൽ മെയ് 4-ന് ശേഷം വനവാസമാണോ അതോ അധികാരത്തിലേക്കാണോ VD സതീശൻ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.